പൊളിറ്റിക്കൽ കൺസൾട്ടൻസിയായ ഐപാക്കുമായുള്ള ഡീൽ റദ്ദാക്കി സമാജ്വാദി പാർട്ടി. ഐപാക്കിനെതിരായ ഇഡി റെയ്ഡ്, ബംഗാൾ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി എന്നിവയാണ് റദ്ദാക്കലിന് കാരണം. ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിരുന്നു കരാർ. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ പൊളിറ്റിക്കൽ കൺസൾട്ടൻസി സംഘമായിരുന്നു ഐപാക്. ധനസുമോദ് വിവരങ്ങൾ നൽകും. സുമോദ്, ഐപാക്കിൻ മേധാവി അറസ്റ്റ് ചെയ്തതുൾപ്പെടെ നിരവധി വിഷയങ്ങൾ ബംഗാൾ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഡീൽ റദ്ദാക്കാനുള്ള സമാജ്വാദി പാർട്ടിയുടെ നീക്കം. ഈ വരുന്ന അടുത്ത വർഷം 5 നിയമസഭകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. അതിൽ രാജ്യത്തെ ഏറ്റവും വലിയ നിയമസഭയായിട്ടുള്ള ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് സമാജ്വാദി പാർട്ടി, ഇപ്പോൾ നിലവിൽ പ്രതിപക്ഷത്തിരിക്കുന്ന സമാജ്വാദി പാർട്ടി, അവരുടെ കൺസൾട്ടൻസിയായി അവർ നിയമിച്ചിരുന്നത് ഐപാക്കിനെയാണ്. പക്ഷേ ഐപാക്കിനുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകളാണ്, അത് ഇ.ഡി. റെയ്ഡുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകളാണ് ബംഗാളിൽ നിന്ന് ഉയർന്നത്. മാത്രമല്ല, ഐപാക്കിൻ്റെ ഡയറക്ടറെ അറസ്റ്റ് ചെയ്യുകയും 2ാം ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞ് പിറ്റേ ദിവസം മാത്രമാണ് അയാൾക്ക് ജയിൽ മോചിതനാകാൻ കഴിഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായും ഈ ഇ.ഡി. റെയ്ഡുമായി ബന്ധപ്പെട്ട് നിരവധി രഹസ്യങ്ങളുടെ ഒരു കലവറ തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് കൺസൾട്ടൻസി എന്ന് പറയുന്നത് തന്നെ. അവരുടെ ഒരു തന്ത്രങ്ങൾ ആവിഷ്കരിക്കുക, നടപ്പാക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഇതുപോലെ ഇ.ഡിയുടെ ഒരു ചോദ്യമുനയിൽ നിൽക്കുന്ന ഒരു ഏജൻസി ഏൽപ്പിച്ചാൽ അത് തങ്ങൾക്ക് വളരെയധികം ദോഷമാകും എന്നുള്ളൊരു വിലയിരുത്തലാണ് സമാജ്വാദി പാർട്ടിക്കുള്ളത്. കാരണം പലപ്പോഴും ഇവരുടെ ഓഫീസിൽ റെയ്ഡ് ചെയ്ത് പല വസ്തുക്കളും പല ഡോക്യുമെൻറ്റുകളും പിടിച്ചെടുത്താൽ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, BJP നേരിടേണ്ടത് തുടങ്ങിയ പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റുകളായിരിക്കും പിടിച്ചെടുക്കാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് ആ തരത്തിലുള്ള ഒരു ഏർപ്പാട് ചെയ്യുന്നത് ഒരു കൈ പൊള്ളുന്ന രീതിയിൽ തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നത്. ഐപാക്കുമായിട്ടുള്ള ബന്ധം തുടർന്നു കൊണ്ടുപോയാൽ അതുകൊണ്ട് ഐപാക്കിനെ വേണ്ടെന്ന് വെക്കുകയാണ് സമാജ്വാദി പാർട്ടി നേതൃത്വം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ശരി, ധനസുമോദാണ് വിവരങ്ങൾ നൽകിയത്.